അപ്പോഴേ ഇന്ന് നമ്മൾ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. തലയുടെ ഒരു സൈഡിലോട്ട് നന്നായിട്ട് വേദന തുടങ്ങിയിട്ട്. കാരണം നല്ല ചൂടാണല്ലോ. സാധാരണ നമുക്ക് നവംബർ ഡിസംബർ മാസത്തേക്കൊക്കെ അത്യാവശ്യം തണുപ്പൊക്കെ നല്ല രീതിയിൽ തുടങ്ങേണ്ടതാണ്. പക്ഷെ തണുപ്പിന് പകരം ഇവിടെ കൊടും ചൂടാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനൊക്കെ നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് കത്തിത്തീർന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ചൂട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും അതികഠിനമായിട്ടുള്ള ചൂട്, പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലേനെ അറിയാമല്ലോ, നമ്മൾ പറയാതെ തന്നെ അറിയാം. ഭയങ്കര എല്ലായിടത്തും ഇച്ചിരി ചൂട് തുടങ്ങുമ്പോൾ ഇവിടെ ഒരുപാട് ചൂടുണ്ടായിരിക്കും. ഇവിടുത്തെ മലയൊക്കെ ചുട്ട് പഴുക്കുമ്പോൾ നമ്മുടെ മനുഷ്യരിലേക്കും ആ എന്താ പറയുക ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് വന്നു. ചോറിന് ഇന്ന് കറിയായിട്ട് നമ്മൾ കോളിഫ്ലവർ കൊണ്ട് മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ എൻ്റെ കയ്യിൽ ഉരുളക്കിഴങ്ങ് ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ഉരുളക്കിഴങ്ങേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ച് ഓണം പോലെ എന്നല്ലേ പറയുന്നത്. പിന്നെ സൈഡായിട്ട് മുട്ട ഉണ്ടായിരുന്നു. മുട്ട എടുത്തിട്ട് ഓംലേറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് അമ്മ മുട്ട കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഗ്യാപ്പ് ഇട്ടതല്ലേ. അപ്പോൾ ഇന്ന് മുട്ട ഓംലേറ്റ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് മുട്ട ഒന്നും ആവശ്യമൊന്നുമില്ല. എനിക്ക് കോളിഫ്ലവർ ഇഷ്ടമാണ്, മസാലക്കറി വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് മാത്രം മതി. അപ്പോൾ മുട്ട കൊണ്ട് ഒരു ഓംലേറ്റും പിന്നെ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. എന്തിലേക്കും ഞാൻ ഉപ്പിലിട്ട മാങ്ങ കഴിക്കും, അല്ലെങ്കിൽ അച്ചാറുണ്ടെങ്കിൽ അച്ചാർ കഴിക്കും. വീട്ടിലുണ്ടാക്കിയതാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും കഴിച്ചോ, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.